ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിന്ന് മാങ്ങ കറിയെല്ലാം ആക്കാൻ പോകുന്നുണ്ട് അല്ലമ്മോ. അങ്ങനെ അപ്പം നമുക്ക് മാങ്ങ കറിയെല്ലാം ആക്കിയിട്ട് വരാം. അപ്പം മാങ്ങ കിട്ടിയിട്ടുണ്ടല്ലേ മോ? മാങ്ങ കറിയാക്കാനാ? കൊറേ കിട്ടിയാ? കൊറേ ഉണ്ട്, ഇതില് കൊറേ ഉണ്ട്, ഇവിടെ കൊറേ ആയിട്ടുണ്ട്. തോലെല്ലാം എടുത്ത് വെക്കണ്ടല്ലേ. നല്ല മധുരം ഉണ്ട് തിന്നു നോക്കിയപ്പോ. അപ്പം മാങ്ങ കറിയാക്കാൻ എല്ലാം റെഡിയാക്കി വെക്കാം അല്ലേ. എടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അതിനെ പാങ്ങിലൊന്ന് കറിയാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ മാങ്ങ കറി ഒരു സ്പെഷ്യലാണ്. അത് കാട്ടുമാങ്ങ. കാട്ടുമാങ്ങ പറഞ്ഞാൽ ഇത്ര ചെറിയ ചെറിയ മാങ്ങ അല്ലേ. അപ്പോൾ നല്ലത്, കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് മാങ്ങ കറി ഒന്ന് അടിപൊളിയാക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പം ഞാൻ അതിന് എടുത്തിട്ടുള്ള സാധനം ഇപ്പോൾ ഇതാ, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് ഉലുവ. ഇതെടുത്തിട്ട് നല്ല വറുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചോന്നിട്ട് വറുത്തിട്ടുണ്ട്. ഇതിന് ഇനി പൊടിയാക്കിയിട്ട് എടുക്കാം. കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില അട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ട് ചട്ടി ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇലയും ഒരു ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. അവരുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ജാസ്തി കരിയാൻ പാടില്ല. എന്നിട്ടിപ്പോൾ ഈ മാങ്ങ ഇട്ട് എന്നിട്ട് ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മാങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ ഒരു ഗ്ലാസിൻ്റെ അത്ര വെള്ളം മതിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഓ, നല്ല തിളച്ചല്ലോ. തിളച്ചു എടുത്തുക. കുറച്ച് മധുരം വേണം, ജാസ്തി വേണം പറഞ്ഞെങ്കിൽ കുറച്ച് കൂടുതൽ ജാസ്തി ഇട്ടാൽ മതി. നമുക്ക് ഇത്രയോ വേണം. അതെ, ലേശം മധുരം നല്ലിച്ച് കൊടുക്കുക. കുരുമുളകും പിന്നെ ഇത് ഉലുവയും ജീരകവും കുറച്ച് കുരുമുളക് പൊടിയും പൊടിയാക്കി വെച്ചത് ഇതാ അതിനിട്ട് കൊടുക്കുക. ഇത് ഇഷ്ടപാട് ഒരു മണം അല്ലേ. അതെ, കറീൻ്റെ കളർ നോക്കി ചെയ്യുന്നത്. ഞാൻ ഓഫാക്കിയാൽ മതി. നമ്മുടെ കറി, മാങ്ങ കറി റെഡി. ഒന്ന് വാലട്ട കറീൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് പറയും. എങ്ങനെയുണ്ട് കറി നോക്കോലട്ട? അടിപൊളി കറി. അതെ അല്ലേ. അതെ, ടേസ്റ്റ് നോക്കൂ. ഉപ്പ് നോക്കാം. മാങ്ങ കറിന്ന് പറയുമ്പോൾ ഭയങ്കര. അതെ, ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ജീരകൻ്റെയോ ആ കുരുമുളകിൻ്റെയോ പിന്നെ ആ എരിവെല്ലാം കൂടിയിട്ട് ആ മാങ്ങന്റെ പുളിയും വെള്ളത്തെ മധുരെല്ലാം കൂടിയിട്ട് അടിപൊളിയാണ്. അപ്പൊ നിങ്ങളും വെച്ച് നോക്കി. കാടുമാങ്ങ കിട്ടിയാല് ആ കറി ചോറിൻ്റെ ഒന്നിച്ച് തിന്നാൻ നല്ല
രുചി ഉണ്ടാവും. അതെ പിന്നെ അത് കമന്റിൽ നിങ്ങൾ പറയണം കറി വെച്ചിട്ട്. അതെ ഏത് മാങ്ങ വേണമെങ്കിലും ആക്കാം അല്ലേ? കാടുമാങ്ങ കറി വെച്ചിട്ട് അതെ അതിന്റെ രുചി എങ്ങനെയുണ്ട് പറഞ്ഞിട്ട് കമന്റിൽ പറയണോ നിങ്ങൾ. അതെ അതെ അപ്പൊ നമുക്ക് രുചിയെല്ലാം നോക്കിട്ട് സൂപ്പർ അല്ലേ? സൂപ്പറായി മാങ്ങ കറിയെല്ലാം തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായി. അതെ ഇപ്പൊ അമ്മ ഒരു പാട്ട് പാടും, കൊറേ ദിവസമായി പാടിയിട്ട്. അതെയാ? പാട്ട് പാടുന്ന അമ്മ ഞാൻ പാട്ട് പാടുന്ന നോക്കാം. അപ്പൊ നമ്മളൊരു ചെറിയൊരു കുഞ്ഞു പാട്ട് പാടാം. മാത്തിനല്ലേ ಹೇಳಲಾರೆನು ರೇಖೆಯಲ್ಲಿ ಗೀಚಲಾರೆನು ಆದರೂ ಹಾಡದೇನೆ ಉಳಿಯಲಾರೇನು ಅಂತರೂಪಸಿ ನನ್ನ ಪೇಯಸಿ ಎಲ್ಲಿ ಇರುವಳೋ ನನ್ನ ಕಾಯಿಸಿ ನಾನು ಪ್ರೇಮ ರೋಗಿ ದಯಮಾಡಿ ಪತ್ತೆ ಮಾಡದೇನೆ ಅಂತರೂಪಸಿ ನನ್ನ ಪೇಯಸಿ ಎಲ್ಲಿರುವಳೋ ನನ್ನ ಕಾಯಿಸಿ. പാട്ട് നല്ല ഉണ്ടായമ്മ. ആ ഒന്നിച്ച് പാടാന്ന് വിചാരിച്ചിട്ട് പാടിയത്, നോക്കുമ്പോ ഇവള് മിണ്ടാണ്ടിരിക്കുക. അമ്മളെ പാടുന്നെന്ന് പറഞ്ഞ അങ്ങനെ അമ്മന്റെ ഒപ്പം മാത്രം പഠിപ്പിച്ചു. അങ്ങനെ ചെറിയൊരു പാട്ട് പാടി. അത് ശരിയായിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. ബൈ.